പോരാട്ടം കൊഴുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ ഞാൻ വിശ്വസിക്കുന്നത് ഒരു 5000 തുടങ്ങി 7000 വരെ വോട്ടിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ആരാണെങ്കിലും ജയിക്കുകയാണെങ്കിലും മാക്സിമം ഒരു 5000 തുടങ്ങി 7000 വരെ വോട്ടിൻ്റെ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ. കാരണം BJPക്ക് അവിടെ കിട്ടിയ 25000 വോട്ടിംഗ് ഷെയർ കുറയുകയാണെങ്കിൽ മാത്രമാണ് അത് ഒന്നില്ലെങ്കിൽ ഇടതുപക്ഷത്തിനോ അല്ലെങ്കിൽ UDFനോ അനുകൂലമായി വരണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഞാൻ വിചാരിക്കുന്നത് PV അൻവറിൻ്റെ സുധീർ ഒരു 5000-ലധികം വോട്ടുകൾ പിടിക്കുന്നുള്ളതാണ്. ഈ 5000-ലധികം വോട്ടുകൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണ്. 40,000 മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അവിടെയുണ്ട്. അതിൽ 8,000-ഓളം SDPI വോട്ടുകൾ അവിടെ എൻ ബ്ലോക്കായിട്ട് മാറും. അത് എൻ ബ്ലോക്കായിട്ട് മാറുന്നതാണ്. 8000 വോട്ട് അവിടെ പോയി എന്നാണ് അർത്ഥം. ആ വോട്ട് എവിടെ നിന്ന് പോകും എന്നുള്ള കാര്യം വലിയൊരു കാര്യമല്ലേ. അത് ഞാൻ പറയുന്നത് UDFനെ സംബന്ധിച്ചിടത്തോളം PV അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഒരു വെല്ലുവിളിയായിരിക്കും അവിടെ ചേലക്കരയിൽ. അതായത് LDFനെതിരായിട്ട് ഇറങ്ങിയ അൻവർ ഡാമേജ് ചെയ്യാൻ പോകുന്ന ചേലക്കരയിൽ. പക്ഷേ അത് LDFനും ഗുണമാവും. എൽഡിഎഫിനും ഗുണമാവും. കാരണം അത് വെല്ലുവിളിയാവുന്നുള്ളൂ. കാരണം അന്നേ ഞാൻ ഈ ഒരാഴ്ച മുൻപുള്ള മീറ്റ് ദ ഡീറ്റെയിൽസിൽ 2 ആഴ്ച മുമ്പുള്ള മീറ്റ് ദ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നത് അന്ന് നിങ്ങൾ തർക്കിച്ചത് 1000 വോട്ട് 1500 വോട്ടിനപ്പുറം പിടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു 5000 വോട്ടിന് മേലെ എന്തായാലും പിടിക്കും. കാരണം എന്താണ്, അവിടെ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ ഇടയ്ക്ക് അവിടെ ഒരു മുസ്ലിങ്ങൾക്ക് വോട്ട് ചെയ്യാനില്ലല്ലോ എന്ന്. അവിടെ ഒരു സംവരണ മണ്ഡലമാണ്. അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥീനെ നിർത്തിയതുപോലെ തൊട്ടുപുറകെ ഈ പറഞ്ഞ PV അൻവർ നടക്കുകയാണ്. എല്ലാ മുസ്ലിം വീടുകൾ കയറുന്നുണ്ട്, മുസ്ലിം സംവിധാനങ്ങളിൽ വീടുകൾ കയറുന്നുണ്ട്, കോളനികൾ വന്നിട്ട്. അതെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 5000-6000 വോട്ടിൻ്റെ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. 10000 വോട്ടിലേക്ക് മേലെ വോട്ടിലേക്ക് വ്യത്യാസം PV അൻവർ പിടിക്കുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്നതിന് അല്ല 5000-6000 വോട്ട് 5000-ന് മേലെ വോട്ടുകൾ ഡാം ഷുവറാണ് PV അൻവറിന് കിട്ടും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഈ 40,000 മുസ്ലിം വോട്ടുകളുണ്ടല്ലോ, 10,000 ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്, 50,000 വോട്ടാണ്. അത് 50,000 വോട്ടും എല്ലാ പ്രാവശ്യവും കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് UDFനായിരിക്കും. അങ്ങനെയാണല്ലോ ഒരു പുതിയ ശൈലി എന്ന് പറയുന്നത്. ആ 10,000 വോട്ടിൻ്റെ അകത്ത് BJP ക്രിസ്ത്യൻ വോട്ടുകളിൽ എത്ര കടന്നുകയറ്റം നടത്തും എന്നുള്ള കാര്യത്തിൽ ഒരു വലിയ കാര്യം. അതൊക്കെ പോകാൻ പോകുന്നത് ആരുടെ അടുത്തു നിന്നാണ്? കോൺഗ്രസിൻ്റെ അടുത്തു നിന്നാണ്, UDFൻ്റെ അടുത്തു നിന്നാണ്. അപ്പം പിന്നെ വേറൊരു കാര്യം എന്താ പറയുക, ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് എണ്ണയിട്ട യന്ത്രം പോലെ അവിടെ പ്രവർത്തിക്കുന്നുള്ളതാണ് അവരൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അവരുടെ നേതാക്കന്മാർ അവിടെ അടിയില്ല, ബഹളമില്ല, ഈ പറഞ്ഞ ഗ്രൂപ്പിസം അടിയില്ല. അതുപോലെ ഈ PM നിയാസിൻ്റെ നേതൃത്വത്തിലും VP സജീന്ദ്രൻ്റെ നേതൃത്വത്തിലൊക്കെ വളരെ നാളുകളായിട്ട് അവിടെ ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് അവിടെ ഓരോ ബൂത്തുകളുടെ അടിസ്ഥാനത്തിൽ നോട്ട് ചെയ്ത് വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു ഓഡിറ്റോറിയത്തിൽ എടുത്തിട്ട് ക്യൂബിക്കിളാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്യില്ലേ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെയാണ്. അത്രമേൽ സിസ്റ്റമാറ്റിക് ആയിട്ട് അത് നല്ല സിസ്റ്റമാറ്റിക്. കാരണം UDFിൻ്റെ ഇതുവരെ കാണാത്തൊരു സിസ്റ്റമാറ്റിക് വർക്കാണ് നടക്കുന്നത്. കിട്ടേണ്ടതായിരുന്നു, കിട്ടും. ഇല്ലെങ്കിൽ അതിന് ബാധിക്കാൻ പോകുന്നത് അതിൽ ആ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നത് PV അൻവർ ആയിരിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം 10,200 വോട്ടുകളാണ് പ്രദീപ് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചിട്ടുള്ളത്. ആ 10,200 വോട്ട് കുറയാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ആ സമയത്ത് നോക്കിയാൽ മനസ്സിലായി തുളസിയാണ് പ്രദീപിനെതിരെ മത്സരിച്ചത്. നല്ല സ്ട്രോങ് ആയ കൺവെൻഷനായിരുന്നു അന്ന് പ്രദീപിനെതിരെ നടത്തിയിട്ടുള്ളത്. നല്ല മത്സരമായിരുന്നു. ആ സമയത്ത് ഈ പറഞ്ഞ 25,000 വോട്ട് BJPക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനേക്ക് അപ്പുറം എത്ര കടക്കാൻ പറ്റുന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതിനേക്കാൾ അപ്പം കടക്കാൻ പറ്റും. 23,000 വോട്ടാണ് അപ്പോൾ കിട്ടിയത്. 23,000 വോട്ടാണ് കിട്ടിയത്. അതെ. പക്ഷേ ഈ രമ്യ ഹരിദാസിൻ്റെ ഒരു ഗുണം എന്ന് ഞാൻ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് ഇലക്ഷനിൽ തോറ്റ സ്ഥാനാർത്ഥിൻ്റെ ഒരു അനുകൂലം ഒരു സിമ്പതി അറിയോ, അതൊരു സിമ്പതി ഫാക്ടറൊന്നും പക്ഷേ ആ മണ്ഡലത്തിലില്ല. നമ്മൾ രമ്യയോട് ചോദിക്കുമ്പോൾ തുറന്നു പറയുന്നത് രമ്യ MP എന്ന നിലയിൽ ഈ ചേലക്കര മണ്ഡലത്തിൽ നല്ല പെർഫോമർ ആയിരുന്നില്ല. അവിടെ കുറച്ച് ഹൈമാസ്കുലൈറ്റുകൾ കൊടുത്തു എന്നതിനും അപ്പുറത്തേക്ക് രമ്യ ഹരിദാസിന് വലിയ കോൺട്രിബ്യൂഷൻ ചേലക്കര മണ്ഡലത്തിൽ. രണ്ടാമത്തെ രമ്യ ഹരിദാസിനെതിരെയുള്ള ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് എന്താണെന്നറിയോ, മണ്ഡലത്തിൽ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല ചേലക്കരയിൽ. അതേസമയം പ്രദീപിന്റെ കാര്യത്തിൽ അദ്ദേഹം ആ മണ്ഡലംകാരനാണ്. പക്ഷേ അവിടെ പ്രദീപിനെതിരായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഈ 28 വർഷം ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന മണ്ഡലത്തിലെ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ്. അവിടുത്തെ താലൂക്ക് ആശുപത്രി ഉയർത്തിയിട്ടുള്ള ഡോക്ടർമാരുടെ സേവനം. 2019 രമ്യ ഹരിദാസ് 24,000 വോട്ട് പാർലമെന്റ് ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടിയ മണ്ഡലമാണ്. 24,000 വോട്ട്. അത് 5,000 വോട്ട് കുറഞ്ഞതിലേക്ക് മാറി. 5,000 മൊത്തം ഈ ചേലക്കര മണ്ഡലത്തിൽ 5,000 കുറഞ്ഞു. അപ്പോൾ എത്രയാണ്? 29,000. അതിൽ കൂടുതൽ പ്രശ്നം അവിടെ ഇല്ല.
കാരണം 24,000 വോട്ട് അവരിൽ കിട്ടിയ മണ്ഡലത്തിൽ നിന്ന് 5,000-ലേക്ക് കുറയുകയാണല്ലോ ഇത്. അപ്പോൾ അവർക്ക് ഒരു വരുന്ന സ്ട്രോങ് ഹോൾഡായ മണ്ഡലം, ഞാൻ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടില്ലല്ലോ, പാർലമെന്റിൽ വെച്ചിട്ടല്ലേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 24,000 മണ്ഡലം ലീഡ് കിട്ടിയ മണ്ഡലമാണെന്ന് ഓർക്കണം. അത് 24 ലീഡ് കിട്ടുമ്പോൾ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഒന്ന് 2019 രാഹുൽ ഗാന്ധി രണ്ട് തവണ PK ബിജുവോട് മത്സരിച്ച് വഷളാക്കി. ശക്തമായ വികാരം ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് 24,000 വോട്ട് ലീഡ് കിട്ടിയ മണ്ഡലമാണല്ലോ അത്. അത് കഴിഞ്ഞ് 39,000 വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടിയപ്പോഴും ആ മണ്ഡലത്തിൽ പാർലമെന്റ് ഇലക്ഷനിൽ പിന്നെ 39 ഈ പറഞ്ഞ പിന്നെ ആ സെഗ്മെന്റിൽ 5,000 ചോദ്യം ഉണ്ടല്ലോ ആൻഡോ. അതായത് നിങ്ങൾ രമ്യ ഹരിദാസിനെ ഈ തെരഞ്ഞെടുപ്പിൽ എന്തിനു വിജയിപ്പിക്കണം? അതുകൊണ്ട് സംസ്ഥാന തലത്തിൽ ഭരണം മാറാൻ പോകുന്നില്ല. സംസ്ഥാനത്തിന് പ്രദീപ് ഒരു മന്ത്രിയായിട്ട് വരാനുള്ള സാധ്യത ഇപ്പോൾ ബാത്തിക്കുള്ളാടൻ തുറന്നു വിട്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഒന്ന്, ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്ന ഒരു മന്ത്രിയാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ആ മണ്ഡലത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് യു ആർ പ്രദീപ് തിരിച്ചു വന്നാൽ ഒരു പക്ഷേ മന്ത്രിസ്ഥാനം തന്നെ കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. കാരണം രണ്ടാമതാണ് മന്ത്രിയാവുന്നത്. അദ്ദേഹത്തിന് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പഞ്ചായത്തിൽ പ്രവർത്തിച്ച മാത്രമല്ല ആ മണ്ഡലത്തിന്റെ സ്വഭാവം നിലനിർത്താൻ അങ്ങനെ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ രമ്യ ഹരിദാസ് ആയാലോ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു MLA മാത്രമാണ്. അല്ല, അവിടുത്തെ പിന്നെ ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭരണവിരുദ്ധ വികാരം ചർച്ച ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട മണ്ഡലം ചേലക്കരയാണ്. ചെയ്തിട്ടുള്ളത് അവിടെയാണ്. രാഷ്ട്രീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് അവിടെയാണ്. തൃശ്ശൂർ പിന്നെ ജില്ലയായതുകൊണ്ട് അവിടുത്തെ ഈ പൂരം കളിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. PV അൻവർ ഉയർത്തിയ ആരോപണം മുഴുവൻ അവിടെ പോയി PV അൻവർ തന്നെ നേരിട്ട് പോയി ചർച്ച ചെയ്ത പത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സും നോക്കിയിട്ട് അത് സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടെങ്കിൽ അതടക്കം പ്രതിഫലിക്കേണ്ട ഒരു മണ്ഡലം എന്ന് പറയുന്നത് ചേലക്കര മാത്രമാണ്. പക്ഷേ ഈ പിന്നെ ഇദ്ദേഹത്തിന് നമ്മുടെ രാധാകൃഷ്ണന് അവിടെ കിട്ടിയ ഒരു മേൽക്കൈ എന്തായാലും പ്രദീപിനില്ല എന്നുള്ളത് നമുക്കറിയാലോ. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവർ തന്നെ പറയുന്നത് 5,000-ലും 10,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം എന്നുള്ള നിലയ്ക്കാണ് ഇരിക്കുന്നത്. 10,000 പറയുന്നത്. അതെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന് സ്ട്രോങ് ഹോൾഡായ ഒരു മണ്ഡലത്തിൽ 10,000-ൽ താഴെ മാത്രമേ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അതൊരു സ്ട്രോങ് ഹോൾഡ് അല്ല. അത് പ്രത്യേകിച്ച് തുടർച്ചയായിട്ട് 2 തവണ സർക്കാർ വന്ന് 3 തവണ ഇലക്ഷൻ നേരിടുന്ന ഒരു MLA എന്ന നിലയിലും ഉണ്ട്. ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ നോക്കൂ, SDP-യിൽ നിന്ന് 5,000 വോട്ട് പോയാൽ രമ്യ ഹരിദാസിന്റെ 5,000 വോട്ട് അവിടെ കുറയുന്നു. 2,000 വോട്ട് ക്രിസ്ത്യൻ ബെൽറ്റിൽ നിന്ന് BJP പിടിക്കുകയാണെങ്കിൽ അവിടെയും 2,000 വോട്ട് UDF-ന് കുറയുന്നു. അപ്പോൾ കഴിഞ്ഞ തവണത്തതിൽ നിന്ന് ഒരു 7,000-8,000 വോട്ട് സ്പോയിലറായ സുധീറും ഈ ന്യൂനപക്ഷ മോർച്ചയുടെ ലഘുലേഖ കൊണ്ടും മുനമ്പം വിഷയം കൊണ്ടും BJP-ക്കും അനുകൂലമായിട്ട് ഷിഫ്റ്റ് ചെയ്താൽ ഒരു 8,000 വോട്ട് അധികം കണ്ടെത്തണം. പക്ഷേ UDF-ന്റെ ഒരു ആത്മവിശ്വാസം ഇത്തവണ ഒരു 6,000 വോട്ട് അവർ അനുകൂലമായി ചേർത്തിട്ടുണ്ട്, പുതിയ വോട്ടുകൾ. 1000 മൊത്തമുണ്ട്. അതിൽ 6,000 ചേർത്തു എന്നാണ് പറയുന്നത്. പ്ലസ് ഈ BJP-യിൽ ഒരു വോട്ട് ഷിഫ്റ്റ് കൂടി വരും. BJP-ൽ ബാലകൃഷ്ണൻ പെർഫോം ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2016-ലും 2021-ലും ഏകദേശം 23 തുടങ്ങി 25,000 വരെ വോട്ട് അവർ നിലനിർത്തിയിട്ടുണ്ട്. അതിന് മുമ്പുള്ളത് 2011 ഇലക്ഷനാണ്. അവിടെ 7,000 സംതിങ് വോട്ട് കിട്ടിയിട്ടുണ്ട്. അത്രയൊന്നും തരാൻ പോകുന്നില്ല. ഒരു 10,000-3,000 വോട്ടിൻ്റെ എങ്ങാനും കുറവ് വന്നു. പക്ഷേ ഒരു കാര്യം എന്താ, ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്രിസ്ത്യൻ വോട്ട് BJP-ക്ക് പോകുന്നുള്ള ഒരു ചർച്ച വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ. കഴിഞ്ഞ വർഷമോ കഴിഞ്ഞ മുമ്പത്തെ വർഷമോ മുമ്പത്തെ പ്രാവശ്യം ഒന്നും തൃശ്ശൂർ വെച്ചല്ല, ഒരു ബ്ലോക്കായി BJP-ലേക്ക് പോകുന്നുള്ള ചർച്ചയൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഇല്ലാന്ന്. ഈ തൃശ്ശൂർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിച്ചിട്ടില്ല. ഇപ്രാവശ്യം എല്ലാവരും എന്താണ് ക്രിസ്ത്യൻ വോട്ട് BJP-ലേക്ക് പോകുന്നു എന്നുള്ളൊരു ചർച്ചയിലേക്ക് വന്നു. അത് പാലക്കാടും ബാധിക്കും, അത് വയനാട്ടിലും ബാധിക്കും. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അത് പാലക്കാടും ബാധിക്കും, വയനാട്ടിലും ബാധിക്കും, ഈ ചേലക്കരയിലും ബാധിക്കും. Meet the editors.